കലാശക്കൊട്ടിനുള്ള വടി ഇറാൻ അമേരിക്കയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഹോർമോസ് കടലിടുക്ക് ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അപ്പോ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞാലും അതിൽ തെറ്റുണ്ടോ സർ? ഒരു തെറ്റുമില്ല. ഇപ്പൊ ഇറാൻ ചെയ്തു കൂട്ടുന്നത് മുഴുവൻ ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന നയം എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ്. അവിടെ എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്? ഇത്രയും ഒരു വലിയ ആഭ്യന്തര കലഹം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അവരുടെ ഭരണകൂടത്തിന്റെ പിടിപ്പുകേടല്ലേ. ആയത്തുള്ള ഖമേനി അയാളും മറ്റേ ഭരണകൂടവും ജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ അത് ഇല്ലാതാക്കാനായിട്ട്, ആ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയും ഇസ്രായേലും സൈനിക ആക്രമണം നടത്തിയത് ഇറാനെതിരെ. അവര് ഇതൊന്നും ചെയ്യാതെ ജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലൊരു ഭരണം നടത്തിയിരുന്നുണ്ടെങ്കിൽ ആരും അവരെ ഉപദ്രവിക്കില്ലായിരുന്നു. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇറാന് ഒരു ആണവ നിലയത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇഷ്ടംപോലെ എണ്ണ ഉണ്ട് അവർക്ക്, നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, പ്രകൃതിവാതകം, അതുപോലെ ക്രൂഡ് ഓയിലും ഉണ്ട്. പിന്നെ ഇവർ എന്തിനാണ് ഇത്രയും കോടി ഡോളർ മുടക്കി അണുശക്തി നിലയവും അതിനുശേഷം അവർ ഈ അണുബോംബ് ഉണ്ടാക്കാനും പോകുന്നത്? പ്രജിത ഒന്ന് ആലോചിച്ച് നോക്കി, അവർ ആർക്കെതിരെയായി അണുബോംബ് ഉപയോഗിക്കാൻ പോണ്? അല്ല, ഇറാനെ പോലുള്ള ഒരു രാജ്യം അത് ഉണ്ടാക്കുമ്പോൾ ആശങ്ക ഏറെയാണല്ലോ. തീർച്ചയായിട്ടും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചുറ്റും ശത്രുക്കളാണ് ഇന്ത്യക്ക്. പാകിസ്ഥാനും ചൈനയൊക്കെ, ബംഗ്ലാദേശും ഇന്ത്യക്ക് ഇന്ത്യക്ക് ശത്രുവാണ്. അതായത് സാർ, ഇറാന് ഒരുപാട് പ്രോക്സീസ് ഉണ്ടല്ലോ. ഈ പ്രോക്സീസിന്റെ കയ്യിൽ ഇത് കൊടുത്താലും മതിയല്ലോ. ഇപ്പൊ താലിബാൻ ഇവിടെ ആരും അത് പറയില്ല. ഇത് ഈ ബോംബ് കയ്യിൽ ഇപ്പൊ പാകിസ്ഥാൻ ഉണ്ടാക്കിയ അണുബോംബിന്റെ പേര് അന്ന് ഇസ്ലാമിക് ബോംബ് എന്നാണ് എല്ലാവരും വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സൺഡേ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് വാരിക ഉണ്ടായിരുന്നു, ആനന്ദ് ബസാർ പത്രികയുടെ. കൽക്കത്തയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ആഴ്ചപ്പതിപ്പാണത്. MJ അക്ബർ ആയിരുന്നു അതിൻ്റെ എഡിറ്റർ. 1977-78 പീരീഡിലൊക്കെ. അപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്നൊരു കവർ സ്റ്റോറി അവർ ചെയ്തിരുന്നത് ഈ ഇസ്ലാമിക് ബോംബിനെ കുറിച്ചിട്ടാണ്. അതൊരു യാഥാർത്ഥ്യമാവും എന്നുള്ള രീതിയിലാണ്, അത് അപകടമാണ് എന്ന് പറഞ്ഞിട്ടാണ് സൺഡേ എഴുതിയിരുന്നത്. അന്ന് ഇവിടെയുള്ള മലയാളം പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ ഇസ്ലാമിക് ബോംബെന്ന് ആദ്യം 1-2 തവണയായിട്ട് എഴുതിയിരുന്നു. ഇപ്പം ആ പദം, ആ വിശേഷണം ആരും ഉപയോഗിക്കാറില്ല. പാകിസ്ഥാന് അണുബോംബുണ്ട്. ഈ പാകിസ്ഥാനിന് അണുബോംബിൻ്റെ പ്രധാന ലക്ഷ്യം എന്താ? ഇന്ത്യ. വേറെ ആരും അവർ ചൈനയ്ക്കെതിരായിട്ട് അത് പ്രയോഗിക്കുമോ? നേരെ നോക്കില്ല. പിന്നെ ഉള്ളത് ഇവർക്കാണ്, എന്താ പറയണേ, ഇസ്രായേലിനാണ്. ഇസ്രായേലിന് നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ പാകിസ്ഥാൻ്റെ കയ്യിൽ ഇന്റർകോണ്ടിനെന്റൽ ബലിസ്റ്റിക് മിസൈൽ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. അവരത് മറ്റേ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ ഹൗതികളുടെ അടുത്തോ അതുപോലുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻസോ IS-നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പോരെ, അവർ നോക്കിക്കോളും ബാക്കി കാര്യം. നമുക്ക് ആർക്കറിയാം അവർക്ക് എന്താ ഒരു ബോംബ് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെ പറ്റി നമുക്ക് ഉറപ്പില്ല. ഉണ്ടാവാം അവർക്ക്. ഇത്രമാത്രം അത്യന്താധുനിക ആയുധങ്ങളാണ് അവരുടെയൊക്കെ ശേഖരത്തിലുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ന്യൂക്ലിയർ ബോംബ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോഞ്ച് ഫെസിലിറ്റി ഈ തീവ്രവാദ സംഘടനകൾക്ക് ഉണ്ടാവാം. ഇപ്പോൾ ഈ ടാങ്ക്, ഒരു എണ്ണമായി പോകുന്ന ഒരു ഷിപ്പാണ് ആക്രമിച്ചിട്ടുള്ളത്. അതിൽ 15ഓളം ഇന്ത്യൻ ക്രൂ മെമ്പേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഹോർമോസിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കലാശക്കൊട്ട്, ഒരു പക്ഷേ 2 ദിവസം കൂടി എടുത്ത് അടിച്ച് നിരത്തി തീർത്തേക്കാം ഇറാനെ. പക്ഷേ അതുവഴി ഉണ്ടാകുന്ന വിപത്ത് പല രീതിയിൽ നമ്മളെ, ലോകത്തെ മുഴുവൻ ബാധിക്കുന്നതല്ലേ. ഒന്ന്, ഈ എണ്ണ ടാങ്കറിന് നേരെ നടന്ന ആക്രമണം അപ്രതീക്ഷിതമായിരുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ നിയമം അനുസരിച്ചിട്ട്, മാരിടൈം ലോയ്ക്ക് അനുസരിച്ചിട്ട്, ഈ ഒരു കപ്പൽ എണ്ണയായിട്ട് വരുമ്പോൾ ഒന്നിൽ അവരെ വാൺ ചെയ്യണം, അത് മുന്നറിയിപ്പ് നൽകിയിട്ടില്ല അവരെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ കപ്പൽ അമേരിക്കയുടെ കപ്പലായിരിക്കണം, അതിൽ ഇസ്രായേലിൻ്റെ കപ്പലായിരിക്കണം. ഇത് രണ്ടും അല്ല. അത് വേറെ ഏത് രാജ്യത്തിൻ്റെ ഫ്ലാഗാണ്, പലാവ് എന്ന് വെച്ചാൽ പലാവ് ഫ്ലാഗ് വഹിച്ച എണ്ണ ടാങ്കറാണ്. ആ ടാങ്കർ ഒമാനിലെ മുസന്തം എന്ന് പറയുന്ന ഉപദ്വീപിലേക്ക് ഇടിച്ചു കയറുകയാണ് ഉണ്ടായത്. അതിന്റെ ഫോട്ടോസ് ഒക്കെ വരുന്നു. അത് ഇവര് ആക്രമിച്ചത് ആള് മാറി ആക്രമിച്ചു. അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഇപ്പം എന്ത് പറ്റുമെന്നറിയാമോ? അമേരിക്ക ഒരു ഫ്ലീറ്റിനെയാണ് വിട്ടിരിക്കുന്നത്.
ഈ ഹോർമസ് സ്ട്രേറ്റ്സിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ഫ്ലീറ്റിനാണ് വിട്ടിരിക്കുന്നത്. 2 US എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ട് അതിനകത്ത്. അതിലൊന്ന് USS ജെറാൾഡ് ഫോർഡ് എന്ന് പറഞ്ഞ കപ്പലിൽ ഉണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഈ പ്രസിഡന്റ് ട്രംപ് നടത്തിയ പ്രക്ഷേപണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ എന്നാണ് പറയുന്നത് ഈ USS ജെറാൾഡ് ഫോർഡ്. അതേപോലെ മറ്റേ കപ്പലും അതിനകത്തൊക്കെ വരുമ്പോൾ, ആ കപ്പലൊക്കെ വരുമ്പോൾ അതിനകത്തുള്ള വിമാനങ്ങളുടെ ഫൈറ്റർ വിമാനങ്ങളുടെ എണ്ണം, അതിനകത്തുള്ള മിസൈലുകളുടെ എണ്ണം, അതിനകത്തുള്ള നിരീക്ഷണ വിമാനങ്ങളുടെ കഴിവുകൾ, ഇതെല്ലാം എന്താ പറയുന്നത് നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. ഇതുവരെ അവർ അറ്റാക്ക് ചെയ്യാതിരുന്നത്, അമേരിക്ക ഇതുവരെ ഇറാനെ അറ്റാക്ക് ചെയ്യാതിരുന്നത് അന്താരാഷ്ട്ര മര്യാദകൾ പാലിച്ചിട്ടാണ്. ഇപ്പോൾ ഈ എണ്ണക്കപ്പലിന് നേരെ നടന്ന ആക്രമണം പ്രജിത പറഞ്ഞ പോലെ വടി കൊടുത്ത് അടിമേടിക്കണതിന് തുല്യമാണ്. അവർ പറഞ്ഞ പോലെ 2 ഫ്ലീറ്റുകൾ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ 2 കപ്പൽ മാത്രമല്ല, വേറെ ഇഷ്ടം പോലെ കപ്പലുകൾ ഇതിനെ അക്കമ്പനി ചെയ്യുന്നുണ്ട്. അതൊരു 10-12 കപ്പലുണ്ടാവും. ഇപ്പോൾ ഞാനൊരിക്കൽ ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലിൽ കയറാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു. ഇന്ത്യൻ ഓഷ്യനിൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മദ്രാസിൽ നിന്ന് ഒരു ടീം ഓഫ് റിപ്പോർട്ടേഴ്സിനെ 5-6 റിപ്പോർട്ടേഴ്സിനെ US എയർഫോഴ്സിൻ്റെ വിമാനത്തിൽ കൊണ്ടുപോയി. അത് അവിടെ നിന്ന് മദ്രാസിൽ നിന്ന് 1.5 മണിക്കൂർ പറന്നിട്ടാണ് ഞങ്ങൾ ഈ കപ്പലിലെത്തിയത്. അപ്പോൾ എവിടെയാണത് സെയിൽ ചെയ്യണമെന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നിമിറ്റ്സ് എന്നാണ് എൻ്റെ പേര്, NIMITZ എന്നും. അതിൽ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് F-16 യുദ്ധവിമാനങ്ങൾ കണ്ടു. പ്രജിതനെ പോലെയൊക്കെയുള്ള പെൺകുട്ടികളാണ് അതിനകത്ത് പൈലറ്റുമാർ, ഫൈറ്റർ പൈലറ്റാണ്. അതേപോലെ തന്നെ അതിൽ അഡ്വാൻസ്ഡ് വിമാനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ 3, 4, 5 ഈ വിമാനങ്ങൾ അതിനകത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഒരു വിമാനം ആ ആകാശത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഈ ഹോക്ക് എന്ന് പറയുക, സീ ഹോക്ക് എന്ന് പറയണം. അത് ഏതാണ്ട് 3000 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസ്, അതുപോലെ 3000 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏത് അനക്കങ്ങളും മൂവ്മെൻറ്റ്സും കടന്നു പോകുന്ന കപ്പലുകളുടെ ഇമേജ് അപ്പം തന്നെ കൺട്രോൾ റൂമിലേക്ക് അയച്ചുകൊണ്ടിരിക്കും റിയൽ ടൈമിൽ. അപ്പോൾ അത്രയും സംവിധാനം അവർക്കുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ ഇറാൻ ഈ എന്താ പറയണേ, ഒരു എണ്ണ ടാങ്കറിനെ ആക്രമിച്ചത്, അതും ഈ യുദ്ധമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു എണ്ണ ടാങ്കറിനെ ആക്രമിച്ചത് അന്താരാഷ്ട്ര മാരിടൈം നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ്. അപ്പോൾ അതിനെ തിരിച്ചടിക്കും അമേരിക്കക്കാർ. ഈ തലയ്ക്ക് ആൾതാമസം ഇല്ലെങ്കിൽ പലതും തോന്നും എന്ന് പറയുന്നത് പോലെയാണ് ഈ ചെയ്യുന്നത്. സാർ, ഞാൻ ചോദിക്കുന്നത്, ഒരു ഭാഗം പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒമാൻ ആണല്ലോ. അപ്പോൾ ഈ ഒമാനുമായിട്ടുള്ള ഒരു ധാരണയുടെ പുറത്ത് ഇവരിത് ആക്രമിക്കില്ല എന്നുള്ളൊരു വിശ്വാസം പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആ മര്യാദ പോലും പാലിക്കാതെയാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം അവർ നടത്തിയത്. അതെ 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 അത് എല്ലാ നിയമങ്ങളെയും തെറ്റിച്ചുകൊണ്ടുള്ള ആക്രമണമാണ്. അവർ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഹൗദികളുടെ സഹായം തേടുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൗദികൾ എന്ന് പറഞ്ഞാൽ കടൽ കൊള്ളക്കാരാണ്. അവർ സൊമാലിയയിലെ കടൽ കൊള്ളക്കാരെക്കാളും വേഴ്സ് ആയിട്ടുള്ള ഭീകര കടൽ കൊള്ളക്കാരാണ്. അവർ എല്ലാവരും കൂടി വന്നിട്ടായിരിക്കാം ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇത് വളരെ ഈ കപ്പൽ ഇനിയിപ്പോൾ ഇതിന് പ്രത്യാഘാതങ്ങൾ വരാനിരിക്കണേ ഉള്ളൂ. മണിക്കൂറുകൾക്കുള്ളിൽ പ്രത്യാഘാതം ഉണ്ടാവും. മിക്കവാറും അമേരിക്ക ഇന്ന് തന്നെ തിരിച്ചടി തുടങ്ങാൻ സാധ്യതയുണ്ട്. ഞങ്ങള് ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ ചോദിക്കുന്നത്, നമ്മളെ എങ്ങനെ ബാധിക്കും? അതായത് ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, അത് അവിടെ അടിക്കുന്നതല്ലേ, നമുക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത്. ഇപ്പൊ പെട്രോളിൻ്റെത് ഉൾപ്പെടെയുള്ള വില ഹൈക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ടല്ലോ. പ്രജിത, ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഒപെക് എന്ന് പറയുന്ന സംഘടനയുണ്ട്. അപ്പം അതിൽ മറ്റു പല രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളൊന്നും തന്നെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളല്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളാണ് സൗദി അറേബ്യ, അതുപോലെ മറ്റേ അറബ് രാജ്യങ്ങൾ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളൊക്കെ. അവരൊക്കെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അവർക്ക് ആർക്കും ഇറാനോട് യാതൊരു താല്പര്യമില്ല അവർക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറാൻ ഒറ്റപ്പെടും. അതുമാത്രമല്ല, ഈ ഹോർമസ് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ചാനലാണ്. അതിൽ ഇറാന് ക്ലെയിംസ് ഒന്നുമില്ല, അതുവഴി ഇന്ന കപ്പലേ പോകാൻ പാടുള്ളൂ എന്നുള്ള ക്ലെയിംസ് ഒന്നുമില്ല. ഒരു യുദ്ധ സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ശത്രു രാജ്യങ്ങൾക്കെതിരെ അവർക്ക് ഒരു ഉപരോധം പുറപ്പെടുവിക്കാം. നിങ്ങൾ
ഹോർമസ് സ്ട്രേറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് അതൊന്നുമില്ലാതെ ഇവരിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ളതിൻ്റെ അന്ന് ആലോചിച്ച് നോക്കുമെന്ന്, എന്താ ഉണ്ടാവണമെന്ന്. തിരിച്ചടിക്കാതിരിക്കും അമേരിക്ക. ഇപ്പോൾ അമേരിക്കയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു മാർഗം തുറന്നു കിടക്കുകയാണ്. ഈ കപ്പലിനെ, ഈ എണ്ണക്കപ്പലിനെ അറ്റാക്ക് ചെയ്തത്, ആക്രമിച്ചതിൻ്റെ ഫലമായിട്ട് അമേരിക്ക തിരിച്ചടിക്കും. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ ചോദിക്കുന്നത് വീണ്ടും ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഇപ്പം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആയാലും, കാരണം സാറ് പറഞ്ഞത് ഇത് ഒരു വലിയൊരു ചാനലാണല്ലോ. അപ്പോൾ 1/5 ഭാഗം സാധനങ്ങൾ കൊണ്ടുവരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ സ്വർണത്തിന്റെ ഈ ഒരു അറ്റാക്ക് ഒക്കെ വരുമ്പോൾ സ്വർണത്തിന്റെ വില ഇപ്പൊ തന്നെ നമുക്ക് വാർത്തകളൊക്കെ വന്നു തുടങ്ങി. സ്വർണത്തിന്റെ വില ഉയരും, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഉയരും എന്നൊക്കെ. അത് വലിയ രീതിയിൽ നമ്മൾ കുറച്ച് നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറില്ലേ? കുറച്ച് നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന പ്രശ്നം ആവില്ല. ഇത് ഇറാൻ എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റും? പ്രജിത ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ രാജ്യമാണ് ഇറാൻ. അവരത്ര വലിയ സൈനിക ശക്തിയൊന്നുമില്ല. അവർക്ക് അണുബോംബ് ഉപയോഗിക്കാൻ പറ്റില്ല. അവരുടെ എന്താണ് എലൈറ്റ് കമാൻഡോ ഫോഴ്സിൻ്റെ മൊത്തം തീർത്തു. അവരോട് പറഞ്ഞിരിക്കണ ആയുധം വെച്ച് കീഴടങ്ങാനാണ് പറഞ്ഞിരിക്കണേ പ്രസിഡന്റ് ട്രംപ്. അദ്ദേഹം പറഞ്ഞിരിക്കണ ഇറാനിലെ ജനങ്ങളോട്, ഞങ്ങളിതാ ഇവിടെ ഏതാണോ ദുഷ്ടശക്തികളുണ്ടായിരുന്നത് അവരെ മുഴുവൻ ഇല്ലാതാക്കി. ഇനി സമാധാനമായിട്ട് നിങ്ങൾ ഈ ഭരണം കയ്യേറുക, നിങ്ങളുടെ രാജ്യമാണിത്, ഞങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആവില്ല. ഇതിൽ കൂടുതൽ എന്ത് വേണം അവർക്ക്? അപ്പോൾ ഇത് പെട്രോളിൻ്റെ വില കൂടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെയൊക്കെ വില കൂടണം എന്നുണ്ടെങ്കിൽ യുദ്ധം അധികകാലം നീണ്ടു നിൽക്കണം. ഇതങ്ങനെ നീണ്ടു നിൽക്കുന്ന എനിക്ക് തോന്നണില്ല കേട്ടോ. കാരണം ഇത് വളരെ പെട്ടെന്ന് ഇപ്പം ഒറ്റ ദിവസം കൊണ്ടാണ് ഈ ഖമീനിനെ വധിച്ചത്, അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി നേതാക്കന്മാരെയും മറ്റ് ഭരണകർത്താക്കളെയൊക്കെ കൊന്നൊടുക്കിയത് ഒറ്റ ദിവസം കൊണ്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയാസം ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് ഇത്ര ദൂരം വെനിസ്വേലയിൽ പോയി അവിടുത്തെ പ്രസിഡൻറ്റിനെ പിടിച്ച അയാളുടെ ഭാര്യനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ആൾക്കാരാണ് അമേരിക്കക്കാർ. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അവരെന്തുകൊണ്ടാണ് ഇറാനിൽ ഇടപെട്ടതെന്ന് കൂടി നോക്കണം. അവിടെ സിവിൽ റൈറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഈ തട്ടമിടാതെ, അല്ല ഹിജാബ് ധരിക്കാതെ, വെയിൽസ് ധരിക്കാതെ വരുന്ന സ്ത്രീകളെയൊക്കെ അവർ വളരെ മൃഗീയമായിട്ടാണ് കൊന്നൊടുക്കിയത്. അതെല്ലാം വരുമ്പോൾ തീർച്ചയായിട്ടും അതും ഒരു ജനങ്ങൾ വളരെയധികം പ്രകോപിതരായി. അതുമാത്രമല്ല, ഇറാനിലെ ഭരണകൂടത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ അവിടെ നിന്ന് ഇറാനിൽ നിന്ന് ഒരു ഇറാനിയൻ ഡയസ്പോറ ഉണ്ട്. പലയിടത്തേക്കും പോയ 79 ഇസ്ലാമിക് റവല്യൂഷന് ശേഷം പലയിടത്തേക്കും പോയ ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഒന്നിച്ച് നിന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ ഇറാൻ്റെ ദീർഘകാല പദ്ധതികൾക്ക് മുഴുവൻ വിഘാതമാവും. ഈ കപ്പലിനെ അറ്റാക്ക് ചെയ്തത് വളരെ തെറ്റായ നടപടിയാണ്. അത് ഒരു എണ്ണ വിലയിലൊന്നും ഒരു വർധനവ് അടുത്ത കാലത്തൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങനെ വേണം നമുക്ക് കാണാനായിട്ട്. ഇത് പെട്ടെന്നുള്ള ഒരു അതിൽ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും ഇറാന്? ഇനി ഒരു കപ്പലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ അവർക്ക്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള പിന്തുണയ്ക്ക് നന്ദി പറയുകയാണ്. കൂടാതെ ഈ പിന്തുണ ഇനിയും ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിന് മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല വീഡിയോസ് എല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.